നമസ്കാരം. വലിയൊരു അടിയിലേക്കാണ് സിനിമാ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അമ്മയും കൂടെ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത് സുരേഷ് കുമാർ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല എന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷറർ ലിസ്റ്റൺ സ്റ്റീഫൻ നടത്തിയ പത്രസമ്മേളനം താരസംഘടനയായ അമ്മയ്ക്കുണ്ടായ ഞെട്ടൽ ചെറുതല്ല. കൂടാതെ സിനിമയിൽ അഭിനയിക്കുന്ന ജൂനിയർ താരങ്ങൾ ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ കോടികൾ വാങ്ങിക്കുന്നത് വലിയ നഷ്ടത്തിലേക്കാണ് സിനിമാ മേഖല എത്തിപ്പെടുന്നത്. കൂടാതെ ഒരു നിർമ്മാതാവ് ഒരു സിനിമയിലേക്ക് പണം മുടക്കുമ്പോൾ അവൻ കടം മറിച്ചോ പലിശയ്ക്ക് പണമെടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തു പണയപ്പെടുത്തിയിട്ടായിരിക്കും സിനിമയിലേക്ക് പണം ഇറക്കുന്നത്. ഒരു സിനിമയിൽ അഭിനയിച്ചു ആ സിനിമ സൂപ്പർ ഹിറ്റായാൽ അത് ആ നടൻ്റെ അല്ലെങ്കിൽ ആ നടിയുടെ ശ്രമം കൊണ്ടാണ് അല്ലെങ്കിൽ അഭിനയം കൊണ്ടാണ് എന്ന് വിചാരിക്കുന്ന താരസംഘടനയാണ് ഇപ്പോൾ സിനിമയ്ക്ക് തന്നെ വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. കൂടാതെ സീനിയർ താരങ്ങൾ ഓരോ സിനിമയ്ക്കും അവർ കോടികളാണ് കൈപ്പറ്റുന്നത്. പ്രൊഡ്യൂസറെ സംബന്ധിച്ച് വല്ലാത്ത ഒരു തിരിച്ചടി ഇങ്ങനെ പ്രൊഡ്യൂസർക്ക് സംഭവിക്കുന്നുണ്ട്. നിലവിൽ മോഹൻലാലിൻ്റെ ഡ്രൈവറായിരുന്ന ആൻ്റണി പെരുമ്പാവൂർ പെട്ടെന്ന് തന്നെ ഒരു സിനിമ പ്രൊഡ്യൂസറായി മാറുന്നു. ആ ആൻ്റണി പെരുമ്പാവൂരിനെ സംരക്ഷിക്കുകയും മറ്റു പ്രൊഡ്യൂസർമാരെ തള്ളിപ്പറയുകയും ചെയ്തുകൊണ്ടാണ് മോഹൻലാൽ ഇപ്പോൾ വലിയൊരു പ്രശ്നങ്ങൾക്ക് തന്നെ ആക്കം കൂട്ടിയത്. അവസാനം കാര്യം കൈവിട്ടു പോകുമെന്ന് മനസ്സിലായതോടുകൂടിയാണ് സുരേഷ് കുമാറിനെ മോഹൻലാലും മമ്മൂട്ടിയും ഫോണിൽ വിളിച്ചെങ്കിലും ഫോൺ എടുക്കാൻ സുരേഷ് കുമാർ തയ്യാറായില്ല. അതായത് സുരേഷ് കുമാർ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. കൂടാതെ സുരേഷ് കുമാറിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് സുരേഷ് കുമാറിന് പിന്തുണയുമായി ഒരുപാട് പ്രൊഡ്യൂസർ തന്നെ രംഗത്തെത്തുമ്പോൾ ആൻ്റണി പെരുമ്പാവൂർ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നൊരവസ്ഥ, അതായത് ആൻ്റണി പെരുമ്പാവൂർ മൊത്തത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണമെന്നും 5 ലക്ഷത്തിന് മുകളിൽ പ്രതിഫലം വാങ്ങുന്ന താരങ്ങൾക്ക് 3 ഘട്ടമായി നൽകാമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി അമ്മ സംഘടനയ്ക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കത്ത് നൽകിയിരുന്നു. എന്നാൽ ജനറൽ ബോഡി യോഗം ചേരാതെ അതിൽ ഉറപ്പ് പറയാൻ സാധിക്കില്ല എന്നാണ് അമ്മയിലെ അംഗങ്ങൾ ഇതിന് മറുപടി നൽകിയത്. അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു ചട്ടം, അവർ പറഞ്ഞിരിക്കുന്നൊരു നിയമം പറയുന്നത്, അവരുടെ ചർച്ച ചെയ്ത് അവരെടുത്തിരിക്കുന്നത് ഷൂട്ടിംഗ് സമയത്ത് പ്രതിഫലത്തിൻ്റെ 30%, അതിനുശേഷം ഡബ്ബിംഗ് സമയത്ത് 30%, ബാക്കി 40% റിലീസിന് മുന്നേ, അതായത് ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുന്നേ ബാക്കി 40% കൊടുത്ത് തീർക്കാം എന്നാണ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ചർച്ചയിൽ ഒരു ധാരണയായത്. അമ്മ സംഘടന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി നല്ല ബന്ധത്തിലാണ് പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മലയാള സിനിമയെ സംബന്ധിച്ച് 2024 ഏറ്റവും അധികം ഹിറ്റുണ്ടായ വർഷമാണ്. എന്നാൽ 2025 ആകുമ്പോൾ സിനിമയിലെ ബിസിനസ് സാധ്യത കുറഞ്ഞു വരികയാണ്. OTT, സാറ്റലൈറ്റ് എന്നിവ നമ്മളെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന് ലിസ്റ്റൺ സ്റ്റീഫൻ പറഞ്ഞു. ഇത് തന്നെയാണ് സുരേഷ് കുമാറും പങ്കുവച്ച വികാരം. അന്യഭാഷാ ചിത്രങ്ങൾ അവർ കൂടുതലായി എടുക്കാൻ തയ്യാറാവുന്ന പശ്ചാത്തലത്തിൽ നിർമ്മാതാക്കളുടെ സംഘടന ഒരു യോഗം വിളിച്ചു ചേർത്തു. അതിൽ ഫിയോക്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ എന്നിവയെല്ലാം ഉണ്ടായിരുന്നു. ആൻ്റണി പെരുമ്പാവൂർ തന്നെ വിവാദം അവസാനിപ്പിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ മലയാള സിനിമയിലെ കള്ളപ്പണമടക്കം പുറത്തു വരും എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക്, റീലോഡ്.